ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുടെയും പുഞ്ചിരി തൂകുന്നവരുടെയും നാട്. ഹരിത നക്ഷത്രങ്ങൾ വിരിച്ച തെളിമയിൽ അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന മാണിക്കോത്തിൻ്റെ മണ്ണിൽ ചരിത്രം വഴിമാറിക്കൊണ്ടേയിരിക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഈറ്റില്ലമായി എന്നും നിലനിന്നു പോരുന്ന ഇവിടം ഞങ്ങൾക്ക് പൂങ്കാവനമാണ്. സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലകളിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന മാണിക്കോത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ച ഏതൊരു നാടിനും മാതൃകയാണ്. പതിറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകം നെഞ്ചിലേറ്റുന്ന നന്മ നിറഞ്ഞ മനസ്സിൻ്റെ നിറകുടങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ. അവർ തെളിച്ച വഴിയിലൂടെയുള്ള സഞ്ചാരം നാടിന് അഭിവൃദ്ധിയും വികസനവും നേടിത്തന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് പള്ളിയും മടിയൻകൂലോം ക്ഷേത്രവും പൈതൃക വീതിയിൽ തല ഉയർത്തിത്തന്നെ നിലകൊള്ളുന്നു. നാട്ടിൽ മതസൗഹാർദ്ദത്തിൻ്റെ തണൽ വിരിക്കാൻ ഈ രണ്ട് ആരാധനാലയങ്ങളും വഹിക്കുന്ന പങ്ക് വിസ്മരിക്കാനാവില്ല. മാണിക്കോത്ത് മഖാമുറൂസും മടിയൻകൂലോം പാട്ടുത്സവവും ഇരു ആചാര്യന്മാരുടെയും വിശ്വാസികളുടെയും സമാഗമത്തിന് വർഷം തോറും വഴിയൊരുക്കാറുണ്ട്. വിദ്വേഷത്തിൻ്റെ വിഷവിത്തുക്കൾ മാണിക്കോത്തിൻ്റെ മണ്ണിൽ മുളപൊട്ടാൻ അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇതുതന്നെ. സൃഷ്ടാവിൻ്റെ സമക്ഷം ആരാധനാ സായുജ്യമടയാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയുകയും പിന്നീട് പുതുക്കി പണിയുകയും ചെയ്ത മാണിക്കോത്തെ പഴയ പള്ളി, മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് പിറകിലെ റഹ്മാനിയ മസ്ജിദ്, ഇത്തരം ആരാധനാലയങ്ങളെല്ലാം കൊണ്ട് സുഹൃതമാണ് മാണിക്കോത്ത് പ്രദേശം. നാടിൻ്റെ ആത്മീയമായ അന്തരീക്ഷത്തെ അത്രമേൽ സൗരഭ്യത്തോടെ നിലനിർത്താൻ സയ്യിദന്മാരും പണ്ഡിതന്മാരും പുലർത്തുന്ന ജാഗ്രതയും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലും നമ്മുടെ നാട് തല ഉയർത്തി തന്നെ നിൽക്കുന്നു. മടിയൻ മാണിക്കോത്ത് ഗവൺമെൻറ് സ്കൂൾ, മാണിക്കോത്ത് മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള KHM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇവിടങ്ങളിൽ ആദ്യാക്ഷരം കുറിച്ചവരാണ് നാട്ടിലെ തലമുറകൾ. പിന്നീടങ്ങോട്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ഇന്നാട്ടുകാർ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചതിനും ചരിത്രം സാക്ഷി. മാണിക്കോത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ മടിയൻ, പാലക്കി, ബദർനഗർ എന്നിവിടങ്ങളെല്ലാം നാടിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ അത്രമേൽ പ്രധാന പങ്ക് വഹിച്ചു. നാട്ടിലെ ജീവകാരുണ്യ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഹിദ്മ, CMC, ബദർനഗർ കൂട്ടായ്മ, പാലക്കി കൂട്ടായ്മ എന്നീ സംഘടനകൾ മാണിക്കോത്ത് പ്രദേശത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. ഒരു കാലത്ത് മാണിക്കോത്തിൻ്റെ കായിക മേഖല പടർന്നു പന്തലിച്ചത് KHM ആശുപത്രിയുടെ പിൻഭാഗത്തായി റെയിലിനോട് ചേർന്ന് കിടക്കുന്ന പൂഴിപ്പാടങ്ങളിലായിരുന്നു. അന്നത്തെ യുവതലമുറയുടെ കായിക അഭ്യാസക്കളരി കാർഷിക വിളവ് കഴിഞ്ഞ ശേഷമുള്ള ഈ പാടങ്ങളിലായിരുന്നു. കാൽപന്ത് കളിയും ക്രിക്കറ്റും വോളിബോളുമെല്ലാം പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. റെയിലിന് പടിഞ്ഞാറ് ഭാഗത്തെ കണ്ണെത്താ ദൂരത്തോളമുള്ള പച്ചപ്പ് വിരിച്ച നെല്ല്, പുകയില കൃഷിയിടങ്ങൾ ഏറെ നയനാനന്ദകരമായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും കാൽപന്തുകളിയും ചൂളം വിളിച്ചോടുന്ന തീവണ്ടിയും അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യവും എങ്ങനെ മറക്കാനാകും? മഴക്കാലത്ത് റോഡിൻ്റെ ഉയരങ്ങളിൽ ജലം സമൃദ്ധമായി ഒഴുകുന്ന മടിയൻ പുഴ നമ്മെ മനം കുളിർക്കുന്ന അനുഭൂതിയിലെത്തിക്കും. മാണിക്കോത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൂഴിപ്പാടങ്ങളിലെ നെൽകൃഷിയും പുകയില കൃഷിയും ഇടവേളകളിലെ പച്ചക്കറി കൃഷിയും ഏതാണ്ട് നമുക്കന്യമായി തീർന്ന അവസ്ഥയാണ്. എങ്കിലും ഇടവേളകളിലെ പച്ചക്കറി കൃഷി ഇന്നും പൂഴിപ്പാടങ്ങളെ സമൃദ്ധിയിലാക്കുന്നു. മുസ്ലിം ലീഗ് എന്ന ഹരിത പ്രസ്ഥാനത്തിൻ്റെ തറവാടാണ് ഈ നാട്. നാടിൻ്റെ സർവ്വ പുരോഗതിക്കും ചുക്കാൻ പിടിച്ച പ്രസ്ഥാനം. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും പങ്ക് അവമതിക്കാനാവില്ല. മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും
മാണിക്കോത്തിൻ്റെ മണ്ണിലാണ്. സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ അസൂയാവഹമായ രീതിയിൽ മുന്നേറുന്ന ഗ്രീൻ സ്റ്റാർ ക്ലബിൻ്റെ പോരിശ പറയാതെ ഈ ഡോക്യുമെൻ്ററിക്ക് വിരാമമാവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തന മേഖലയിൽ നമ്മോടൊപ്പം നിന്ന് പ്രപഞ്ചനാഥൻ്റെ വിധിക്ക് കീഴടങ്ങി യാത്രയായ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഗ്രീൻ സ്റ്റാറിൻ്റെ പ്രയാണത്തിന് ഊർജം പകരുന്നതാണ്. ഇന്നാട്ടിലെ യുവതലമുറയെ അത്രമേൽ ഉന്നതിയിലെത്തിക്കാൻ ക്ലബ്ബ് നടത്തുന്ന പരിശ്രമങ്ങൾ അനിർവചനീയം തന്നെ. യുവതലമുറയെ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കാൻ അനുവദിക്കാതെ കലാകായിക മേഖലകളിൽ ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ കരങ്ങൾ പിടിക്കുന്നു. നാട്ടിലും വിദേശ രാജ്യങ്ങളിലും നാട്ടിലെ മുഴുവൻ താരങ്ങളെയും പങ്കെടുപ്പിച്ച് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗ്രീൻ സ്റ്റാർ ക്ലബിൻ്റെ UAE കമ്മിറ്റി നിലവിൽ വരുന്നതിനു മുമ്പ് നാട്ടിലെ കായിക താരങ്ങളെ ഗൾഫിലെത്തിച്ചും വർഷങ്ങളായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. അങ്ങനെ വർണ്ണാഭമായ ജീവിത രീതിയിലേക്ക് യുവജനതയെ നയിക്കുന്ന ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് മാണിക്കോത്തിൻ്റെ നാമത്തെ അത്യുന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ, ഹരിതാപമാണീ മണ്ണ്. അതെ, ഹരിതാപമയമാണീ രാവ്.